ഈ വർഷത്തെ എൻ്റെ വിഷ് ലിസ്റ്റിലെ ഒരു പ്രധാന ഐറ്റമായിരുന്നു ട്രാവൽ. എല്ലാ മാസവും ഒരു 1 ഡേ ട്രിപ്പെങ്കിലും പോകണം എന്നുള്ളത്. എന്നാൽ ഇത്ര പെട്ടെന്നൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പെട്ടെന്നൊരു ദിവസമാണ് ഷിബിൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് മലേഷ്യയിലൊരു ഷൂട്ടുണ്ട് പോവല്ലേ എന്ന് ചോദിക്കുന്നത്. ഷൂട്ട് മാത്രമാവില്ല, നമ്മൾ അവിടെ നിന്ന് കറങ്ങിയിട്ടേ വരുള്ളൂ എന്നും കൂടെ കേട്ടപ്പോൾ പിന്നൊന്നും നോക്കിയില്ല. ബാഗും പാക്ക് ചെയ്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൊച്ചിക്ക് വിട്ടു. പറയാണ്ടിരിക്കാൻ വയ്യ, ഞാൻ ബാംഗ്ലൂർ ടു കൊച്ചി എത്തിയത് നമ്മുടെ KSRTCയുടെ സ്ലീപ്പറിലായിരുന്നു. ട്രാഫിക്കിൽ ബസ് എനിക്ക് ഓൾമോസ്റ്റ് മിസ്സായെങ്കിലും അവർ വളരെ കൺസിഡറേറ്റ് ആയിരുന്നു. എയർപോർട്ടിന് അടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു റൂം ബുക്ക് ചെയ്തിരുന്നത്. ഒരു ചെറിയ മയക്കം പാസ്സാക്കി ലഞ്ചും കഴിച്ച് ഞാൻ വേഗം റെഡിയായി. ഓവർനൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഐ എം വെയറിങ് സംതിങ് വെരി കാഷ്വൽ. പക്ഷെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് ഈ ട്രെയിനിലും ബസ്സിലും ഫ്ലൈറ്റിലും ഒന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. ഐ എൻവി പീപ്പിൾ ഹു ക്യാൻ സ്ലീപ്പ് എനിവെയർ. അധികം പോസ്റ്റ് ആക്കാതെ ഷിബിനും ഷാനുവും കൂടെ വന്നെന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇതാണ് ഫർഷാൻ ഷാനു, നമ്മൾ ലെനോർ വെഡ്ഡിങ്ങിൻ്റെ ഓളിനോളാണ് ഈ പ്രോജക്റ്റിലെ ക്യാമറാമാൻ. ആൻഡ് ദിസ് ഇസ് ഷിബിൻ. ആളുടെ ബ്രാൻഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പ്രോജക്റ്റ് കവർ ചെയ്യുന്നത്. അവർ ലഞ്ച് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഏർലി ഡിന്നർ പാസ്സാക്കി. ഷൂട്ട് ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ ക്രൂ വളരെ ചെറുതാണ്. നമ്മൾ 3 പേരെ കൂടാതെ ഇനിയൊരു ഡയറക്ടർ കൂടെ വരാനുള്ളൂ. ആളെത്താൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് വെയിറ്റിംഗ് ഏരിയയിൽ പോയി. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ഹോട്ട് വിങ്സ് ഓർഡർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞൊരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞൊരു ചോക്ലേറ്റ് ട്രഫിളും കഴിച്ചു. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ ഡയറ്റൊന്നുമില്ല. ഐ എം ഓൾ സെറ്റ് റെഡി ടു എക്സ്പെരിമെൻറ്റ് മലേഷ്യൻ കുസൈൻ. സംഗതി ഐ എം ദി ഓൺലി വിമൻ ഇൻ ദ എൻറ്റയർ ട്രിപ്പെങ്കിലും ദീസ് മെൻ റിയലി ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് ഈ ദിവസമാണ് മീറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ കമ്പനിയായി. അങ്ങനെ എൻ്റെ ഇനീഷ്യൽ ഇൻഹിബിഷൻസൊക്കെ പോയി. ചിരിച്ച് കളിച്ചാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോയത്. ഏകദേശം 1 hour ലേറ്റ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ആൻഡ് ബുക്കിംഗ് ഒക്കെ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ് ഒന്നും കിട്ടിയില്ല. അതിൻ്റെ ചെറിയ പരിഭവം എൻ്റെ മുഖത്തുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എയർ ഹോസ്റ്റ് മാത്രമുള്ള ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഐ എം ക്വൈറ്റ് ക്യൂരിയസ് ടു നോ ഹൗ ദീസ് മെൻ ആർ ഗോയിങ് ടു സെർവ് അസ്. അങ്ങനെ ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. അടുത്ത വീഡിയോയിൽ നമുക്ക് മലേഷ്യൻ എയർലൈൻസിലെ ഫുഡ് മെനു ഒക്കെ എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ബൈ.